വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 4-5 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മൺചട്ടിയാണ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. മൺചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ പോകുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു 15 എണ്ണം, അതും കൂടെ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായി കളറ് മാറി വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും 4-5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കളറ് മാറി വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. മസാല ഒന്ന് അതിൻ്റെ ഒരു കുത്തുമണം ഒന്ന് മാറി വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് അരച്ച ആ ജാറുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. വാളൻപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ കറി കലക്കി വെക്കുന്നത്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന വരെ തന്നെ തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ കറി വെക്കുന്നത് മത്തി വെച്ചിട്ടാണ്. 1/2 കിലോ മത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. മെല്ലെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇനി ഒരു തുണി വെച്ചിട്ട് കലം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ ഉടയാതെ കിട്ടും. അപ്പോൾ അതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ കലത്തിൽ ഇങ്ങനെ തിള വരുന്നത്. അത് നമ്മൾ മൺചട്ടി അങ്ങനെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് പാകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.